പിന്നെ ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു TV ഹോസ്റ്റിനോടാണ്, ഒരു ആങ്കറിനോടാണ് എന്നുള്ള കാര്യം ഞാൻ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഏറ്റവും പേടി ഇപ്പം നമ്മുടെ അതേ ജോലി ചെയ്യുന്ന ആളുടെ കൂടെ. എനിക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 8ാം ക്ലാസ് വരെ ഞാൻ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ്, എൻ്റെ ഫ്രണ്ട്സിനെ അറിയാവുന്നതാണ്. ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വിക്ക് എന്ന് പറയില്ലേ, നല്ല വിക്കനായിരുന്നു ഞാൻ. 8ാം ക്ലാസ് വരെ നല്ല വിക്കനായിരുന്നു. ഒരു അക്ഷരമൊക്കെ പറയുന്ന ഇങ്ങനെ ഇപ്പം വാത്മീകത്തില് ജയസൂര്യയുടെ കഥാപാത്രം ഇടയ്ക്ക് ഇങ്ങനെ ഒരു പിടുത്തം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റേജ് ഷോ ചെയ്തു. പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എൻ്റെ മക്കളുടെ യോഗം എന്ന് വിചാരിച്ചത് അപ്പോൾ പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് വിക്കൊക്കെ മാറിയതാ. അതറിയില്ല, അതെപ്പോഴോ മാറി. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റേജിൽ കയറി പാട്ട് പാടുമ്പോൾ ഉണ്ടായില്ല, സംസാരിക്കില്ല, വലിയ കുഴപ്പമായിരുന്നു. ആങ്കറിങ് ഒക്കെ ആയി. പിന്നെ കുറേ ചാനലിൽ ആങ്കർ അത് എപ്പോഴോ ആരോ പറഞ്ഞ പോലെ ആ വിക്കൊക്കെ മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പാട്ടിൻ്റെ ഒരു വരി പോലും എഴുതാൻ അറിയാൻ പാടില്ലാത്ത ആളായിരുന്നു ഞാൻ. ഒരു വരി കോളേജ് പഠിക്കുന്ന സമയം വരെ എഴുതില്ലായിരുന്നു, ഒന്നും അറിയാൻ പാടില്ല. ഏതൊരു സമയത്ത് പാരഡി എഴുതി തുടങ്ങി, അത് കൂട്ടുകാരെ കളിയാക്കി എഴുതി. അതെനിക്ക് കാർബറാണ്ട യൂണിവേഴ്സൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലി കിട്ടി. എൻ്റെ 16ാമത്തെ വയസ്സിൽ എൻ്റെ ഫാദർ മരിച്ചു. അപ്പം ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഞാൻ കോളേജിൽ പഠിക്കും, സെൻറ്റ് പോൾസിൽ. ഞാൻ മറ്റേ RLVന്ന് TC മേടിച്ചു വന്ന് സെൻറ്റ് പോൾസിൽ ചേർന്നു. അപ്പോൾ അവിടെ സെക്കൻഡ് ഇയർ എവിടെ എന്തിനാ ചേർന്നെന്നുള്ളത് ഇപ്പോഴും എനിക്ക് പിടിയില്ല. അതല്ല ഏത് അതന്നെ ഞാനിപ്പോഴും എന്തിനാ ചേർന്നെന്നുള്ളത്.